നിതിൻ രാജിന്റെ മരണം. ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് ഡോക്ടർ റാമിന്റെ അപ്രതീക്ഷിത വരവ്. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിലെ മുഖ്യപ്രതി ഡോക്ടർ റാം കീഴടങ്ങി. കണ്ണൂർ ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ് കീഴടങ്ങിയത്. കഴിഞ്ഞ ദിവസം കർണാടകയിൽ നിന്ന് റാമിനെ കസ്റ്റഡിയിലെടുത്തെങ്കിലും നടപടിക്രമങ്ങൾ പാലിച്ചില്ലെന്ന് കാണിച്ച് കോടതി വിട്ടയച്ചിരുന്നു. പ്രതിയുടെ റീ അറസ്റ്റുമായി ബന്ധപ്പെട്ട ക്രൈംബ്രാഞ്ചിന്റെ അപേക്ഷ കോടതി പരിഗണനയിലിരിക്കെയാണ് റാമിന്റെ നീക്കം. കോടതിയുടെ വിധി വന്നതിന് ശേഷം മാത്രമേ ഔദ്യോഗികമായി അറസ്റ്റ് രേഖപ്പെടുത്താനും മറ്റ് കസ്റ്റഡി നടപടികളിലേക്കും കടക്കാൻ സാധിക്കൂ. നേരത്തെ നടപടിക്രമങ്ങൾ പാലിക്കാതെ റാമിനെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ വിശദീകരണത്തിനായി ഡിവൈഎസ്പിയെ വിളിപ്പിച്ച കോടതി സുപ്രീം കോടതി മാർഗനിർദ്ദേശങ്ങൾ ലംഘിക്കപ്പെട്ടത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു. അറസ്റ്റിന്റെ കാരണം വാക്കാൽ പ്രതിയെ ബോധ്യപ്പെടുത്തിയിരുന്നു എന്നാണ് ഉദ്യോഗസ്ഥൻ മറുപടി നൽകിയത്. റാമിന്റെ ഭാര്യയ്ക്ക് അറസ്റ്റ് രേഖപ്പെടുത്തിയത് സംബന്ധിച്ച പുതിയ ഗ്രൗണ്ട് ഓഫ് അറസ്റ്റ് റിപ്പോർട്ട് കൈമാറിയതായും അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചു. തുടർന്ന് ഉദ്യോഗസ്ഥന്റെ രേഖാമൂലമുള്ള വിശദീകരണം പരിശോധിച്ച ശേഷമാണ് കോടതി അറസ്റ്റിന് അനുമതി നൽകിയത്. അഞ്ചരക്കണ്ടി സ്വാശ്രയ ഡെന്റൽ കോളേജ് 1ാം വർഷ BDS വിദ്യാർത്ഥി RL നിതിൻ രാജിന്റെ മരണത്തിൽ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തപ്പെട്ട 1ാം പ്രതി അധ്യാപകൻ ഡോക്ടർ MK റാമിനെയാണ് കോടതി നടപടിക്രമം പാലിക്കാതെ അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് വിട്ടയച്ചത്. 3 മാസത്തോളമായി ഒളിവിലായിരുന്ന റാം കീഴടങ്ങുന്നതിനായി കണ്ണൂരിലേക്ക് വരുന്നതിനിടെ തിങ്കളാഴ്ച പുലർച്ചെയാണ് കുടകിൽ വെച്ച് ക്രൈംബ്രാഞ്ച് സംഘം പിടികൂടിയത്. തുടർന്ന് വൈകിട്ടോടെ തലശ്ശേരി കോടതിയിൽ ഹാജരാക്കിയെങ്കിലും അറസ്റ്റ് റദ്ദാക്കിയ കോടതി റാമിനെ വിട്ടയച്ചു. അറസ്റ്റ് ചെയ്യുമ്പോൾ അറസ്റ്റിന്റെ കാരണങ്ങൾ എന്താണെന്ന് കൃത്യമായി പ്രതിയെ അറിയിക്കണം. പ്രതിക്ക് അറിയുന്ന ഭാഷയിലായിരിക്കണം ഇത് ചെയ്യേണ്ടത്. എന്നാൽ റാമിന്റെ കാര്യത്തിൽ രണ്ടും ഉണ്ടായില്ലെന്ന് പ്രതിഭാഗം കോടതിയിൽ വാദിച്ചു. ആന്ധ്രാപ്രദേശ് സ്വദേശിയായ റാമിന് മലയാളത്തിലാണ് പോലീസ് കാരണം കാണിച്ച് നോട്ടീസ് നൽകിയത്. ഇതാണ് റാമിന്റെ വക്കീൽ തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ അറിയിച്ചത്. ഇതോടെ അറസ്റ്റ് റദ്ദാക്കുകയായിരുന്നു. പിന്നാലെ ക്രൈംബ്രാഞ്ചിന് റാമിനെ വിട്ടയക്കേണ്ടി വന്നു. തുടർന്ന് അറസ്റ്റിനുള്ള അനുമതിക്കായി കോടതിയിൽ അപേക്ഷ നൽകി. കോടതിയിൽ നിന്ന് അനുമതി ലഭിച്ചതോടെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിനുള്ള നീക്കം ആരംഭിച്ചു. റാമിന്റെ അറസ്റ്റിൽ വീഴ്ച വരുത്തിയതിന് ഹൈക്കോടതിയിൽ നിന്നുൾപ്പെടെ ക്രൈംബ്രാഞ്ചിന് രൂക്ഷ വിമർശനമാണ് നേരിടേണ്ടി വന്നത്.